ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പി കൊണ്ടാണ് കേട്ടോ. 4 മണിക്ക് കഴിക്കാൻ പറ്റിയ നല്ല സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. ഇനി നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം കേട്ടോ. മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളയും മഞ്ഞയും മാറ്റാം കേട്ടോ. രണ്ടും രണ്ട് മാറ്റിയെടുക്കാം. മഞ്ഞയും വൈറ്റും വേറാക്കി എടുത്തിട്ട് എന്താ ഇതേപോലെ മാറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വൈറ്റിനെ ചെറുതാക്കി നുറുക്കിയെടുക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനെ നുറുക്കിയെടുത്തിട്ടുള്ള കേട്ടോ ഒരു ബൗളിലേക്ക് മാറ്റാം. ഒരു സവാള ചെറുതായി നുറുക്കിയെടുക്കാം കേട്ടോ. ഒരു ചെറിയ പച്ചമുളക് അതും ചെറുതായി നുറുക്കിയെടുത്തത്. ഒരു പിടി മല്ലിയില അതും ചെറുതായി നുറുക്കിയെടുത്ത് കേട്ടോ. ഒരു 1/4 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു നുള്ള് ചെറിയ ജീരകം പൊടിച്ചത് എത്താം കേട്ടോ. 2 സ്പൂണ് ചിക്കൻ 65ൻ്റെ മസാലയാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂണ് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് അതിലേക്ക് എഗ്ഗിൻ്റെ മഞ്ഞ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പൊട്ടിച്ചിട്ട് വെള്ളം ചേർക്കണില്ലല്ലോ നമ്മൾ. എന്നിട്ട് ഇനി നന്നായി കുഴച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എണ്ണയിട്ട് പൊരിച്ചെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് വെള്ളത്തിൽ തൊട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇട്ട് കൊടുക്കുമ്പോൾ ഇച്ചിരി കുറച്ച് വെക്കണം കേട്ടോ. ഓരോന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ് കേട്ടോ. മുട്ട പുഴുങ്ങണ നേരെ നമുക്ക് പോകുള്ളൂ. അത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുള്ള വിഭവം കേട്ടോ. നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. രണ്ട് മിനിറ്റോ 3 മിനിറ്റൊക്കെ വേവിച്ചാൽ മതി കേട്ടോ. അതിൽ കൂടുതലും നേരമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. വേഗം വെന്ത് കിട്ടും ചെയ്യും.
നല്ല ടേസ്റ്റിയായ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല റെസിപ്പിയാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം കേട്ടോ.